ഇവിടെ ഇരിക്കൂ. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യൂ. ഞങ്ങളുടെ സിസ്റ്റർ വന്ന് നിങ്ങളോട് സംസാരിക്കും. ഓക്കെ ഡോക്ടർ. ഇന്ന് തന്നെ ഇത് കഴിയുമല്ലോ? ഉറപ്പായിട്ടും കഴിയും. 10 minutes അത്രേ ഉള്ളൂ. ഡോക്ടർ മാഡം പറഞ്ഞത് നിങ്ങളെ പറ്റിയാണോ? എന്തിനാ പ്രഗ്നൻസി വേണ്ടാന്ന് വെക്കുന്നേ? ഒരു തവണ കൂടി ഒന്ന് ആലോചിച്ചു നോക്കൂ. ധൃതി പിടിക്കുന്നത് നല്ലതിനല്ല. കുട്ടികളില്ലാതെ ഒരുപാട് ദമ്പതികൾ കഷ്ടപ്പെടുന്നുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെലവാക്കി ഓരോ ഹോസ്പിറ്റലും കയറി ഇറങ്ങുക. നിങ്ങളാണെങ്കിൽ ദൈവം തന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുക. ഇത് തെറ്റല്ലേ? പ്ലീസ് സിസ്റ്റർ, എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാ. അതുകൊണ്ട് ആവശ്യപ്പെടുന്നത് പ്ലീസ്. ഏതോ പെൺകുട്ടി അബോർഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അത് പാവമല്ലേ ഏട്ടാ? അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. സിറ്റുവേഷൻ എന്താണെങ്കിലും കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന തെറ്റല്ലേ ഏട്ടാ? നിങ്ങളുടെ ഹസ്ബൻഡിന് ഈ കാര്യം അറിയോ? അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹമാണ് ഈ കുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞത്. അദ്ദേഹം നിങ്ങളോടൊപ്പം വന്നില്ലേ? വർക്കുള്ളത് കൊണ്ടാ വരാത്തത്. ഞാൻ പോയി ആ പെൺകുട്ടിയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വന്നാലോ? വസുന്ധര, വേണ്ട. മറ്റൊരാളുടെ വിഷയത്തിൽ നമ്മൾ തലയിടുന്നത് ശരിയായ കാര്യമല്ല. ഒരേ ഒരു തവണ ഒന്ന് പറഞ്ഞു നോക്കേട്ടാ. വസു, എന്ത് കാര്യം നിങ്ങൾ ഈ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുന്നത്? സോറി. വായിക്കോട്ടെ. വസുന്ധര പറയാനാ പറഞ്ഞത്. വാ, ഒന്നും പറയണ്ട, വന്നാ മതി. വാ, അതല്ല പറയുന്നത്. വാ, നമ്മൾ എന്തിനാ വെറുതെ? പാവം ഏട്ടാ, ചെറിയ പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. ഈ പ്രായത്തിലെ കല്യാണം, കുട്ടികളൊക്കെ എന്ത് ജീവിതമാണോ? പുറത്തുപോയി പ്രതികാരം ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലീസിന്റെ കയ്യിൽ അകപ്പെടും. റൂമിനകത്ത് തന്നെ ഇരുന്നാൽ ആ കിളവി വന്ന് എന്ത് ചെയ്യുന്നൊരു പേടി. എന്താ ചന്ദ്രശേഖര, നിന്റെ തലയിലെഴുത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ. രാജാ, എന്റെ രാജ, എന്റെ കള്ളകൃഷ്ണൻ. ഇപ്പൊ വിചാരിച്ചതേയുള്ളൂ, അതിനുള്ളിൽ വന്ന് കയറി. ഇവർക്ക് 100 ആയുസ, മരണമില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആരെ വിളിച്ചോണ്ട് വന്നെന്നൊന്ന് പറഞ്ഞേ. എന്താ പോലീസിനെയാണോ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നേ? അല്ല രാജാ, നമ്മുടെ കല്യാണത്തിന് ഒരു പുരുഷ സുമംഗലിയെ കൊണ്ടുവന്നിരിക്കുക. പുരുഷ സുമംഗലിയോ? ആരാത്? ജോത്സ്യരേ, വരൂ വരൂ. ജോത്സ്യൻ എന്തിനാ കൂട്ടിക്കൊണ്ടുവന്നേ? നമ്മൾ രണ്ടുപേരുടെയും ജാതകം നോക്കി കല്യാണത്തിന് മുഹൂർത്തം കുറിക്കാനാ രാജാ.
എന്താ ഇവളിത്ര ഫാസ്റ്റ് ആണല്ലോ? ജോത്സരെ ഇങ്ങോട്ടിരിക്കൂ. ആ. ഇതാ എന്റെ ജാതകം. ആ നിങ്ങളുടെ ജാതകം കൊടുക്കു രാജ. എന്റെ കയ്യിൽ ജാതകമില്ലല്ലോ. എന്റെ അമ്മയും അച്ഛനും അത് എഴുതിയിട്ടേ ഇല്ല. ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ രാജ? അതൊന്നും സാരമില്ല, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞാൽ മതി. എന്റെ ജന്മനാൾ പോലും എനിക്കറിയില്ല. എനിക്കറിയാം രാജ. അനങ്ങാതെ നിക്ക് രാജ. എന്താ ഇത്? നിങ്ങളുടെ പേഴ്സില് നിങ്ങളുടെ ആധാർ കാർഡ് ഉണ്ടാവുമല്ലോ, അതില് തീർച്ചയായിട്ടും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. ഇതാ ജോത്സരെ. ഞാൻ വലിയൊരു വെട്ടിലായി പോയി. എങ്ങനെയാ ഇവളിൽ നിന്ന് രക്ഷപ്പെടുക? എന്താ ജോത്സരെ? എന്തു പറ്റി ജോത്സരെ? ജോത്സരെ കാറ്റ് പോയോ? ജോത്സരെ ജോത്സരെ. അയ്യോ എക്കിലെടുക്കുന്നല്ലോ. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. ഇത് കുടിച്ചോളൂ. എന്തു പറ്റി ജോത്സരെ? എന്ത് ജാതകമാ മേഡം ഇത്? മഹിളയുടെ ജാതകല്ലേ? ദാരിദ്ര്യം പിടിച്ച ജാതകമാ ഇത്. ഇത്രയും മോശമായ ഒരു ജാതകം ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കില്ല അല്ലേ? ചത്താലും കല്യാണം നടക്കില്ല. വളരെ നന്ദി ജോത്സരെ. കല്യാണം ആകില്ലെന്ന് പറയുമ്പോ നിങ്ങളെന്താ താങ്ക്സ് പറയുന്നോ രാജ? ജോത്സരെ 10,000 രൂപ ചെലവാക്കിയാലും വേണ്ടില്ല, ഞങ്ങളുടെ ജാതകം ചേരുന്നത് പോലെ പറഞ്ഞേ. പറഞ്ഞത് കേട്ടില്ല ജോത്സരെ? 10,000. 10,000 ചെലവായാലും സാരമില്ല, ഈ കല്യാണം നടക്കണം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തേ. നിങ്ങളെ രണ്ടുപേരുടെയും ജാതകത്തിൽ ചെറിയ ദോഷമുണ്ട്, അത്രേ ഉള്ളൂ. നാളെ അമ്പലത്തിൽ വന്നൊരു ശാന്തി പൂജ നടത്തിയേക്കൂ. അതിനുശേഷം നിങ്ങൾ സന്തോഷമായിട്ട് കല്യാണം നടത്തിക്കോളൂ. ചത്താലും കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞല്ലോ. പെട്ടെന്ന് എന്തിനാ ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്നത് ജോത്സരെ? 10,000 രൂപയ്ക്ക് ഒരു ശാന്തി പൂജ നടത്തിയ പിന്നെന്തുകൊണ്ട് കല്യാണം നടക്കില്ല? നാളെ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് വരൂ. നന്ദി ജോത്സരെ. നമസ്തേ. ഇതാ മേഡം, പോയിട്ട് വരാം. അങ്ങനെയാവട്ടെ. നാളെ അമ്പലത്തിൽ പോയി ശാന്തി പൂജ ചെയ്യട്ടെ രാജ. നമുക്ക് കല്യാണം കഴിക്കാം. ഞാൻ പ്രതികാരം നടത്തിയതിനു ശേഷം കല്യാണം നടത്തിയ പോരെ? പ്രതികാരം എന്തിനാ രാജ? അതെപ്പോ വേണേലും നടത്താലോ. ആദ്യം കല്യാണം, പിന്നെ കുട്ടികൾ, അതിനുശേഷം പ്രതികാരം. നാളെ റെഡിയായി നിക്കണേ രാജ. കൊച്ചു കള്ള. ഭഗവാനെ, എന്റെ ഈ കഷ്ടകാലം ആഭിക്കും വസൂലും പോലും വരരുതേ. നല്ല വേദന ഉണ്ടാവുമോ ഡോക്ടർ? ബേബി വേണ്ടാന്ന് വെക്കുന്ന അത്ര വേദന തോന്നില്ല. നീ ടെൻഷൻ ആകാതെ അഖിൽ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഹായ് അഖിൽ, ഹൗ ആർ യു? ഫൈൻ ഡോക്ടർ. ഇവൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലേ ഡോക്ടർ? എത്ര ശ്രമിച്ചിട്ടും ഇവനെ കൊണ്ട് 2 അടി പോലും എടുത്തു വെക്കാൻ പറ്റുന്നില്ല.
ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ തരുകയാണ്. കുറച്ച് മൈൽഡായിട്ടിരിക്കും. ഒന്നും ഉണ്ടാവില്ലല്ലോ ഡോക്ടർ? നത്തിങ് ടു വറി. ഡോക്ടർ ഡോക്ടർ ഡോക്ടർ, ഒരു മിനിറ്റ്. എന്താ സിസ്റ്റർ? ഈ റിപ്പോർട്ട് ഒന്ന് നോക്കി. എല്ലാം ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല. പിന്നെന്താ ഡോക്ടർ അകൽ എഴുന്നേറ്റ് നടക്കാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഷോക്കാവുന്ന എന്തെങ്കിലും സംഭവിച്ചാലേ ഇയാള് പെട്ടെന്ന് റിക്കവർ ആവുകയുള്ളൂ. അതുവരെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യും. ഇല്ലെങ്കിൽ ഏതെങ്കിലും തെറാപ്പി ചെയ്താൽ ശരിയാവോ ഡോക്ടർ? അതായത് ഫിസിയോതെറാപ്പി അങ്ങനെ എന്തെങ്കിലും? മിസ്സിസ് കാർത്തിക, ഇപ്പോ നിങ്ങളുടെ ബേബിയെ അബോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്ത് പറ്റി ഡോക്ടർ? ഇപ്പോ നിങ്ങളുടെ ബേബിയെ റിമൂവ് ചെയ്താ അത് നിങ്ങളുടെ ജീവൻ ആപത്താ. എന്താ ഡോക്ടർ പറയുന്നത്? സോറി, നിങ്ങൾ ആ ബേബിയെ റിസീവ് ചെയ്തേ പറ്റൂ. കുഞ്ഞിനെ പ്രസവിച്ചേ മതിയാകൂ. നിങ്ങൾ ഇതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ടുണ്ട്. ട്രൈ ചെയ്യുന്നൊന്നും നിർത്തണ്ട, എത്രയും വേഗം നടന്നോളൂ. താങ്ക് യു ഡോക്ടർ. എന്നെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ ഡോക്ടർ, നല്ല വേദനയുണ്ട്. ട്രൈ ചെയ്യണം അഖിൽ. ധൈര്യം കൊണ്ടുവേണം ഇതിനെ നേരിടാൻ. നിങ്ങൾക്ക് സപ്പോർട്ടായി നിങ്ങളുടെ ജ്യേഷ്ഠനും ഏട്ടത്തിയൊക്കെ ഉണ്ടല്ലോ. മെഡിസിൻസ് മാറ്റി എഴുതി തരാം. ഒരാഴ്ച കഴിഞ്ഞ് എന്നെ ഒന്ന് കണ്ടോളൂ. ഓക്കെ ഡോക്ടർ. പ്ലീസ് ഡോക്ടർ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. എനിക്ക് ഈ ബേബി വേണ്ട. ഈ ബേബി അക്സെപ്റ്റ് ചെയ്യാല്ലാതെ വേറെ വഴിയില്ല. നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ ഈ കുഞ്ഞിനെ പ്രസവിച്ചേ പറ്റൂ. വേറെ വഴിയൊന്നും ഇല്ലേ ഡോക്ടർ? ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ. നിങ്ങൾ ഈ കുഞ്ഞിനെ പ്രസവിച്ചേ പറ്റൂ. ഓക്കെ സിസ്റ്റർ. താങ്ക് യു ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ മിസ്റ്റർ അബ്രഹാം. മാഡം, ഈ റിപ്പോർട്ട് നിങ്ങൾ മറന്നു വെച്ചു. എന്ത് പറ്റി ഡാർലിംഗ്? നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് എന്റെ തന്നെയാണെന്ന് ഡോക്ടർ കൺഫേം ചെയ്തോ? ഇപ്പൊ വിശ്വാസമായില്ലേ? നമ്മൾ ഒന്നായെന്നുള്ളത് ഇപ്പൊ സമ്മതിക്കുന്നില്ലേ? യു ചീറ്റർ! നിങ്ങൾ വിശ്വസിച്ചു വന്ന എന്നെ ഈ രീതിയിലാണോ എന്നെ വഞ്ചിച്ചത്? നിങ്ങളൊരു മനുഷ്യനാണോ? ഇതിൽ ചീറ്റിംഗ് എന്താ ഡാർലിംഗ്? നീ ഒരു പെണ്ണും ഞാനൊരു ആണുമല്ലേ? നമ്മൾ ഒന്നിച്ച് ഡ്രിങ്ക്സ് കഴിച്ചു, പിന്നെ അങ്ങനെയെല്ലാം സംഭവിച്ചു. തെറ്റ് ചെയ്തത് മാത്രമല്ല, അത് ന്യായീകരിച്ച് പറയുകയാണോ? ഞാൻ വേറൊരാളുടെ ഭാര്യയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിനക്കൊരു ഹസ്ബൻഡ് ഉണ്ടെന്ന് നീ ഓർത്തില്ലായിരുന്നോ? നിന്റെ കല്യാണം കഴിഞ്ഞതൊക്കെ നീ അങ്ങ് മറന്നുപോയോ? ഒരു പെണ്ണായ നീ തന്നെ നിന്നെ കൺട്രോൾ ചെയ്യണ്ടേ? ഇത്രയും ഭംഗിയുള്ളൊരു പെണ്ണ് കുടിച്ചിട്ട് അടുത്ത് വന്ന ഏതൊരാണിന്റെയും മനസ്സിളകി പോകില്ലേ? നിങ്ങളെ ഞാൻ എന്തുമാത്രം വിശ്വസിച്ചു എന്നറിയാമോ? നിങ്ങൾ എന്നെ ഇങ്ങനെ ചതിക്കുന്നു കരുതിയില്ല. പിന്നെ ഞാൻ ചതിച്ചെന്ന് പറഞ്ഞ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാൻ തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുകയല്ലേ? എനിക്കതിൽ പങ്കൊന്നുമില്ലാന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കൈവിടുന്നൊന്നുമില്ലല്ലോ. നിന്റെ മുന്നിൽ മാത്രമല്ല, വേണമെങ്കിൽ ആരുടെ മുന്നിൽ വന്നും നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഞാൻ പറയാൻ തയ്യാറാണ്.
എങ്ങനെ അത് പറയാൻ സാധിക്കും? നിങ്ങൾ സത്യം പറഞ്ഞ എന്റെ അവസ്ഥ എന്തായി തീരും? എന്നെ എല്ലാവരും മോശമായി കാണില്ലേ? അതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? വേണമെങ്കിൽ എന്നെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ കഴിയും. നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് സമ്മതിച്ച് എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ നിനക്ക് എഴുതി തരാം. നമ്മൾ കല്യാണം കഴിച്ചില്ലെങ്കിലും നീ ഡിവോഴ്സ് വാങ്ങിച്ചില്ലെങ്കിലും ആ കുഞ്ഞ് എന്റെ കുഞ്ഞായിട്ട് തന്നെ വളരും. സൺ ഓഫ് ആദിത്യ അങ്ങനെ തന്നെ പറയാം. ഇങ്ങനെ മോശമായി സംസാരിക്കല്ലേ ആദിത്യ. എനിക്ക് നിങ്ങളെ കൊല ചെയ്യാൻ തോന്നുവാണ്. നിന്നെ കൊണ്ട് എന്നെ കൊല്ലാൻ കഴിയില്ല. എന്റെ ബേബിയെ പോലും കൊല്ലാൻ കഴിയില്ല. അതിന് നീ ശ്രമിച്ചാ നീ മരിച്ചു പോവും. ഭീഷണിപ്പെടുത്തുകയാണോ? അതല്ല, ഈ സമയത്തെ അബോർഷൻ ബേബിക്കും നിനക്കും രണ്ടുപേർക്കും ആപത്താണ്. നിനക്ക് വേറെ വഴിയൊന്നുമില്ല കാർത്തിക. ഒന്ന്, നിന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരോട് സത്യം പറഞ്ഞ് അഖിലിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി എൻ്റെ കൂടെ വന്ന് കുഞ്ഞിനെ പ്രസവിച്ച് എൻ്റെ കൂടെ താമസിക്കാം. രണ്ട്, സത്യത്തെ മറിച്ച് അഖിലിന്റെ ഭാര്യയെ ആ വീട്ടിൽ തന്നെ താമസിച്ച് കുഞ്ഞിനെ പ്രസവിക്കാം. നീ സത്യം മറച്ചാലും ശരി സമ്മതിച്ചാലും ശരി കുഞ്ഞിനെ പ്രസവിക്കാതിരിക്കാൻ നിനക്ക് പറ്റില്ല. നീ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. തുടക്കത്തിലെ അഭിയേട്ടൻ നിന്നെ കുറിച്ച് എന്നോട് പറഞ്ഞതാണ്. ഞാനാണ് കേൾക്കാത്തത്. അതിനിപ്പോ എന്ത് പറ്റി ഡാർലിംഗ്? ഛീ, എന്നെ അങ്ങനെ വിളിക്കണ്ട. കാലിന് സ്വാധീനമില്ലാത്ത അഖിലിനേക്കാൾ എന്തുകൊണ്ട് ഞാനല്ലേ നല്ലത്? നീ ആട്ടും തോലിട്ട ചെന്നായാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ നിന്റെ വിചാരം? ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇനി അങ്ങോട്ട് നീ അറിയാൻ പോവുകയാണ്. ഭ്രാന്ത് പറയാതെ കാർത്തിക. നിനക്ക് ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞുതരാം. ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളു ചെന്ന് ഇലയിൽ വീണാലും കേടെപ്പോഴും ഇലയ്ക്ക് തന്നെയാ. മുള്ളിനൊന്നും സംഭവിക്കില്ല. നിന്നെ പറയുന്നത് മുഴുവനായിട്ട് കേട്ടോ. ഞാൻ വെറും ഒരു മുള്ളല്ല, അതിനേക്കാൾ വലുതാണ്. നിനക്ക് 2 ഓപ്ഷൻ ഞാൻ തന്നിട്ടുണ്ട്. അതിലേതാ ബെറ്റർ എന്ന് നല്ലവണ്ണം ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്. നൗ യു ക്യാൻ ഗോ. Thank you so much, doctor. അവൾക്ക് ജ്യൂസ് എന്തെങ്കിലും കൊടുത്തായിരുന്നോ? കാർത്തിക ഇതുവരെ എത്തിയില്ലല്ലോ വസു. എന്തിനടുത്ത് അവൾ ഇത്രയും വൈകുന്നേ? രാവിലെ പോയതല്ലേ? ജോബ് എഗ്രിമെന്റ് കാര്യത്തില് ആ ആദ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ? ഏട്ടാ, ഒരു മിനിറ്റ് ആ ഫോണിങ് തന്നെ. കാർത്തിക ഫോൺ എടുക്കുന്നില്ല ഏട്ടാ. മനഃപൂർവ്വമായിരിക്കും ഫോൺ എടുക്കാതിരിക്കുന്നത്. വീട്ടിലൊന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി വേറൊന്നായിരിക്കും ചെയ്യുക. വെറുതെ എടുത്ത് ചാടരുതാക്കി. നിന്റെ ദേഷ്യം കുറച്ചൊന്ന് കുറയ്ക്കണം. ഇതുവരെ കാണിച്ചതുപോലെ ഇനി നീ അവളോട് കാണിക്കരുത്. ദേഷ്യം അല്ല ഏട്ടാ, വേദന കൊണ്ട് പറയാ. നമ്മൾ എന്ത് പറഞ്ഞിട്ട് കേൾക്കാതെ അവൾ ഓഫീസിലേക്ക് പോയിരിക്കുന്നു. അവിടെ ഇനി എന്ത് സംഭവിച്ചോ എന്തോ. അതിനെപ്പറ്റിയെല്ലാം നിന്റെ ചേട്ടൻ നോക്കിക്കോളും. നീ പോയി റെസ്റ്റ് എടുക്ക്. ചേച്ചി കൂട്ടിക്കൊണ്ടു പോ. ഏട്ടൻ പറഞ്ഞതുപോലെ ആദിത്യ എന്തെങ്കിലും കാർത്തികയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കും ഏട്ടാ.
കാർത്തിക അവിടുത്തെ ജോലി ഉപേക്ഷിച്ചാൽ ആദിത്യക്ക് നഷ്ടം തന്നെയല്ലേ? അതാണ് ഞാനും ആലോചിക്കുന്നത് വസുന്ധര. അവൻ കാർത്തിക ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കും. കാർത്തിക അവളുടെ അമ്മയുടെ അടുത്ത് പോണെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ അവിടേക്ക് പോയതാകും. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വിളിച്ചു നോക്കാം. ശരിയെന്നാ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. എന്തുണ്ടെങ്കിലും എന്നെ ഫോൺ ചെയ്ത് പറയണം. നീ എവിടെയാ കാർത്തിക? എന്തു പറ്റി ബേബി? നിന്നെ അഖില് വഴക്കു വല്ലതും പറഞ്ഞോ? അതോ ആ വസു അടിച്ചോ? അബി എന്തെങ്കിലും പറഞ്ഞോ? ഞാനിപ്പോ കൺസീവ് ആയിരിക്കാണ് മമ്മി. എന്താ, നീ പ്രഗ്നന്റ് ആണെന്നോ? സത്യമാണോ ബേബി? എല്ലാം എന്റെ ബാഡ് ലക്കാണ് മമ്മി. പ്രഗ്നന്റ് ആവുന്നത് എങ്ങനെ ബാഡ് ആകുന്നേ? അത് നല്ലതല്ലേ? നിനക്ക് വിവാഹമോചനം കിട്ടുമ്പോ കൂടുതൽ ജീവനാംശവും കിട്ടും. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നന്നായിട്ട് വളർത്തണമെന്നും പറഞ്ഞ് നമുക്ക് കൂടുതൽ പണം ആവശ്യപ്പെടാം. ഈ പ്രഗ്നൻസി അഖിൽ കാരണമുണ്ടായതല്ല. എന്താ? ആദിത്യയാണ് ഉത്തരവാദി. എന്താടി പറയുന്നേ? ഞാൻ തെറ്റ് ചെയ്തു പോയി മമ്മി. മദ്യപിച്ച് ബോധമില്ലാതെ ആദിത്യയുടെ കൂടെ ഞാൻ അറിയാതെ. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് നാണമില്ലേ? നീ എന്റെ മോള് തന്നെയാണോ? എന്റെ വയറ്റിൽ തന്നെ വന്ന് ജനിച്ചല്ലോ. ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു മമ്മി. നീ ഒരു പെണ്ണ് തന്നെയല്ലേ? എത്ര ശ്രദ്ധയോടെ ഇരിക്കേണ്ടതാ. എന്റെ മാനം കളഞ്ഞല്ലോ. സോറി മമ്മി. ഇക്കാര്യം വേറെ ആർക്കറിയാം? എനിക്കും ആദിത്യക്കും മാത്രമേ അറിയാവൂ മമ്മി. അപ്പോ നീ പ്രഗ്നന്റ് ആണെന്ന് വസുവിനൊന്നും അറിയില്ലേ? പ്രഗ്നന്റ് ആണെന്നുള്ളത് അറിയാം. എന്നാ ആദിത്യനാണ് കാരണക്കാരനെന്ന് അവർക്കറിയില്ല. എന്റെ ബേബിക്ക് താനാണ് അച്ഛനെന്ന് ആദിത്യ സമ്മതിക്കുന്നു. എനിക്കൊരു പ്രോബ്ലം വരാതെ നോക്കാന്ന് പറഞ്ഞു. മതി നിർത്തടി. കേൾക്കുമ്പോ തന്നെ ലജ്ജ തോന്നുന്നു. എന്ത് മനുഷ്യനാ അത്? എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാം? അതാ ഞാൻ അവനെ തല്ലിയിട്ട് എന്ത് ചെയ്യണോന്ന് അറിയാതെ മമ്മിയെ കാണാൻ വന്നത്. നീ വരേണ്ടത് എന്നെ കാണാനല്ല. നീ ഹോസ്പിറ്റലിലേക്കാ പോകേണ്ടിയിരുന്നത്, ഈ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി. ആ ശ്രമവും കൂടി ഞാൻ ചെയ്തു നോക്കിയതാ. ബേബിയെ നശിപ്പിക്കുകയാണെങ്കിൽ അതെന്റെ ജീവൻ ആപത്താണെന്ന് ഡോക്ടർ പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറയും മമ്മി. പോയി വല്ല ആട്ടിലെ കുളത്തിലെ ചാടി ചാവും. അതല്ലാതെ നിനക്ക് വേറൊരു മാർഗവും ഇല്ല. മമ്മി, അതേടി, അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഒരാളെ കല്യാണം കഴിച്ചിട്ട് വേറെ ഒരുത്തനിലൂടെ ഗർഭിണിയാവുക, ഇത് എത്ര മോശമായ കാര്യമാണെന്ന് അറിയോ? കേൾക്കുമ്പോ തന്നെ അറപ്പ് തോന്നുന്നു. ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല മമ്മി. മിണ്ടി പോയത്. നീ അറിയാതെ നടന്നെന്നോ? അറിഞ്ഞോണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇക്കാര്യം ഞാനല്ല, നാളെ കോർട്ടിൽ വസുവും അഭിയും പറയും. ഡിവോഴ്സ് വേണോന്ന് ഇപ്പൊ നമ്മളല്ല പറയാൻ പോകുന്നത്, അത് അവര് തന്നെ പറഞ്ഞോളൂ. നിനക്ക് ജീവനാംശം പോയിട്ട് ഒരു പിടി മണ്ണ് പോലും കിട്ടില്ല. ഇത് എത്ര വലിയ അപമാനമാണ്. നമ്മുടെ എല്ലാ അപമാനവും തകരും. തലയുയർത്തി നടക്കാൻ പറ്റില്ല. പോയി ചാവുന്നതാ നല്ലത്. എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല. എങ്കിൽ പിന്നെ ആരുടെ കണ്ണിലും പെടാതെ വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കും.